വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ ജനകീയ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. +1 പുതിയ ബാച്ച് അനുവദിക്കുക, മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്ന പ്രമേയത്തിലായിരുന്നു പരിപാടി. AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വേദനാജനകമായ അവസ്ഥയാണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം LKG ക്ലാസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ 1ാം ക്ലാസ്, UKG 1ാം ക്ലാസ് മുതൽ ഓരോ കുട്ടിയുടെ പഠനത്തെക്കുറിച്ചും രക്ഷിതാക്കൾ ഇന്ന് വളരെ താല്പര്യത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ചാണ് പഠനത്തിന് രക്ഷിതാക്കൾ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ച് 10ാം ക്ലാസ് എത്തി ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സായിട്ട് പോലും അവർക്ക് പഠിക്കുവാൻ +1 സീറ്റ് ലഭ്യമാകുന്നില്ല. ചിലരൊക്കെ പരാതി പറഞ്ഞ് +1 സീറ്റ് അഡ്മിഷൻ ചിലത് ലഭിക്കുന്നു 10-40 കിലോമീറ്റർ അപ്പുറത്ത്. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് ഇന്ന് അവരാഗ്രഹിക്കുന്ന അഡ്മിഷൻ ലഭിക്കുന്നില്ല. മലപ്പുറം ജില്ലയിലെ 4 വിദ്യാഭ്യാസ ജില്ലാ ആസ്ഥാനങ്ങളിലും യൂത്ത് കോൺഗ്രസ് ജനകീയ ജനസംവാദ സദസ്സ് നടത്തുന്നുണ്ട്. വണ്ടൂരിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം അഡ്വക്കേറ്റ് AM രോഹിത്, യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി TP അഷ്റഫ് അലി, മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് അസ്ലം എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. ഇങ്ങനെ സമരത്തിന്റെ വളരെ തീവ്രമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും നിയമസഭാ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM ഒഴികെ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകുമ്പോഴാണ് ഇടതുപക്ഷ സംഘടനകൾ മുഴുവനും മന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് വരുന്നത്. SFIയുടെ ദേശീയ പ്രസിഡന്റ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴാണ് SFI അങ്ങനെ ഒരു സംഘടനയുണ്ട് എന്ന് കേരളത്തിലെ പലർക്കും ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത്. കാലവർഷം അടുക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വീടുകൾ നഷ്ടപ്പെട്ട് പള്ളിക്കുടത്തിലേക്ക് താമസം മാറ്റുമ്പോഴാണ് കടൽ ഭിത്തിയുടെ ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തെക്കുറിച്ച് ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് പറയാറുള്ളത്. സമാനമായ രീതിയാണ് വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചും കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറത്തിനോട് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഓരോ ജൂൺ മാസം അടുക്കുമ്പോൾ ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഈ ജില്ലയിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി സംഘടനകൾ, മത സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ ഈ വിഷയത്തെ മുന്നോട്ട് വെക്കുമ്പോഴാണ് ഗവൺമെന്റുകൾ സൂചിപ്പിക്കുന്നത് ഞങ്ങൾ ഈ വിഷയം പരിഹരിക്കും, ബാച്ചുകൾ അനുവദിക്കുമെന്ന്. അപ്പൊ മുൻകൂട്ടി ഒരു ധാരണ കഴിഞ്ഞ 8 വർഷക്കാലത്ത് ഈ ഗവൺമെന്റിനില്ല. ഇവിടെയുള്ള എല്ലാ മക്കളുടെയും, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മനുഷ്യന്മാരുടെയും മക്കളുടെ സീറ്റിന്റെ വിഷയമാണ്. അത് വളരെ കൃത്യമായി പിടിച്ചു വാങ്ങാൻ കഴിയാത്തതിന്റെ കാരണം അത് UDF വരുമ്പോൾ കുറച്ചനുവദിക്കുമ്പോഴും അപ്പോഴും അശ്വപോലെ പറഞ്ഞ പ്രശ്നമുണ്ട്. മലബാറിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു പ്രശ്നം വരുന്നു. ഞാൻ പറയാം, ആ പ്രശ്നം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അത് ചോദിച്ച മലബാർ ജനങ്ങൾ, ഞങ്ങളുടെ ജനങ്ങൾ തന്നെയാണ്. ഞങ്ങളും കേരളത്തിൽ ടാക്സ് കൊടുക്കുന്നില്ല. മലപ്പുറത്ത് ആൾക്കാർ കൂടുന്നുണ്ടെങ്കിൽ കൂടുതൽ ടാക്സ് സർക്കാരിലേക്ക് പോകുന്നുണ്ട്. അത് മനസ്സിലാക്കണം. മലപ്പുറത്ത് കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ, കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇവിടുന്ന് കൂടുതൽ നികുതി സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ആ ഖജനാവിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരെയും മറ്റും നിയമിച്ചുകൊണ്ട് ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണം, മന്ത്രിമാരെ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് പിടിച്ചിർത്തി വാങ്ങാനുള്ള ഒരു കരുത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ തീവ്രമായ ഒരു സമരത്തിലേക്ക്, ഒരു ഘട്ടത്തിലേക്ക് പോയാൽ മാത്രമേ ശരിക്കും ഇതിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി, സംസ്ഥാന സെക്രട്ടറി സഫീർ ജാൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജേഷ് നെച്ചിക്കോടൻ, പി ഷിജിമോൾ, TMS ആഷിഫ്, രാഹുൽ ജിനാഥ്, അർജുൻ, വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് A സക്കീർ ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൺ സിറ്റി പാർക്ക്, വണ്ടൂർ, നിയർ ബസ് സ്റ്റാൻഡ്. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.